ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻ പത്തിരിയാണ്. നല്ല ഫ്ലഷ് ഉള്ള ഏത് മീൻ കൊണ്ടും മീൻ പത്തിരി ഉണ്ടാക്കാം. ഐക്കൂറ, നെയ്മീൻ, അതുപോലെ നമ്മുടെ അയല, ചെമ്മീൻ, ഇതുകൊണ്ടൊക്കെ മീൻ പത്തിരി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു മലബാരി പലഹാരമാണിത്. അസ്സലാമു അലൈക്കും എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള നോട്ടിഫിക്കേഷൻ ബെല്ല് കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. മീൻ പത്തിരി ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളെ ചെമ്മീൻ സാധാ രീതിയിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീര് ഇതൊക്കെ വെച്ച് മസാല പുരട്ടിയ ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. സാധാരണ പോലെ മീൻ മൊരിഞ്ഞ് കിട്ടണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ മസാലയിലേക്ക് മീനിൻ്റെ ഫ്ലേവർ നല്ലോണം കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഞാനൊരു 2 വലിയ സവാള മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് സവാള ഒന്ന് അടച്ച് വെച്ച് വാട്ടിയെടുക്കാം. ഞാൻ മസാലയ്ക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നീട് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 ചെറിയ തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ഒരു വലിയ ടേബിൾ സ്പൂൺ സ്കൂപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം തക്കാളി ചേർക്കണം, അപ്പോഴേ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു രുചി ഉണ്ടാവുള്ളൂ. അല്പം കറിവേപ്പില, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇതും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് മസാലൻ്റെ മണമൊക്കെ പോകുന്നത് വരെ മസാലയുടെ പച്ചമണമൊക്കെ പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്ക് ഇതിലേക്കുള്ള തേങ്ങ ചതച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ, 3-4 ചെറിയുള്ളി, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, 1 ടീസ്പൂൺ വലിയ ജീരകം, ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയെടുക്കാം. നല്ല ഫൈനാക്കി എടുക്കണം. ഇനി അത് മാറ്റിയിട്ട് നമുക്ക് ഈ മിക്സി ജാറിലേക്ക് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അത് നിങ്ങൾ മറ്റേതെങ്കിലും മീനാണെങ്കിൽ കൈവച്ച് നല്ലോണം തിരുമ്മി പൊടിച്ചെടുത്താലും മതി. ചെമ്മീൻ ഇപ്പം അതിന് പറ്റാത്തത് കൊണ്ട് ഗ്രൈൻഡറിലിട്ട് പൊടിച്ചെടുക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ തരിതരിപ്പായിട്ട് നമുക്ക് ചെമ്മീൻ പൊടിച്ചെടുക്കാം. ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മസാലയൊക്കെ നല്ല രീതിയിൽ വഴന്ന് കിട്ടിയിട്ടുണ്ടാവും. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം. ചെമ്മീനെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത്. അതുപോലെ സവാള വാട്ടുമ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഒന്നും കൂടെ ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. മീനൊക്കെ നന്നായിട്ട് മസാല പിടിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങയും മസാലയും മീനും ഒക്കെ ഒന്ന് യോജിപ്പിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇതൊന്നും കൂടെ ചെറിയ തീയിൽ അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ലോണം മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് മസാല കിട്ടേണ്ടത്. ഇനി ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ബിരിയാണി അരി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 മണിക്കൂർ കുതിർത്താൽ മതി. അത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ, 2 ചെറിയുള്ളി, 1 കഷ്ണം വെളുത്തുള്ളി, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യമായ ഉപ്പ്, അല്പം വെള്ളം ഒഴിച്ചിട്ട്, അരി അരയാൻ മാത്രമുള്ള വെള്ളം മതി, വെള്ളം കൂടിപ്പോവാൻ പാടില്ല. വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഇതുപോലെ തരിതരിപ്പില്ലാതെ അരച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാദാ അരിപ്പൊടി ചേർത്തിട്ട് നമുക്കിതൊന്ന് മാവാക്കിയെടുക്കണം. ഇതിന് പകരം നിങ്ങൾക്ക് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നത് പോലെ മാവുണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അതാണ് ഒന്നും കൂടിയും എളുപ്പത്തിൽ ആയി കിട്ടുക. ബിരിയാണി അരി വെച്ച് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക രുചിയാണെന്ന് മാത്രം. ഇനി ഒരല്പം വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് ചേർക്കാം. നമ്മൾ പരത്തുമ്പോഴൊക്കെ നമുക്കൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനും മാവ് വെന്ത് വരുമ്പോൾ, ആവിയിൽ വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടാനും വേണ്ടിയിട്ടാണ്. ഇത് പൊടീൻ്റെ ഒരു കണക്ക് പറയാത്തത് അരക്കാനെടുക്കുന്ന വെള്ളത്തിനൊക്കെ അനുസരിച്ചിട്ട് വേണ്ടി വരും നമ്മളിതിൽ പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൃത്യമായിട്ട് പൊടി എത്ര എടുത്തു എന്നുള്ളൊരു കണക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് വേണം പൊടി ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ഇടിയപ്പത്തിൻ്റെ പോലെ നല്ല ടൈറ്റായി കിട്ടണമെന്നൊന്നുമില്ല. നമ്മളത് വാഴയിൽ വെച്ചിട്ട് പരത്തിയിട്ട് എടുക്കണേ. നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പാകത്തിന് മാവുണ്ടാക്കിയെടുത്താൽ മതി. ഇനി ഇതുപോലെ ഒരു വാഴയിലെ പീസ് എടുക്കുക. അതിലേക്ക് തയ്യാറാക്കി വെച്ച മാവെന്ന് ഓരോ ഉരുള എടുത്തിട്ട് ഇതിൽ പരത്തി കൊടുക്കുക. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഫില്ലിങ് ഇട്ടെടുക്കണം. അപ്പോഴേ ഉള്ളൂ ടേസ്റ്റ് ഉണ്ടാവുക. അതല്ലെങ്കിൽ നമുക്ക് വെറുതെ ഒരു മാവ് കടിക്കുന്ന പോലെ തോന്നും. മസാല വെച്ചെടുക്കുമ്പോൾ അരികു ഭാഗം വിട്ട് വെച്ചെടുക്കുക. കാരണം നമുക്കിതിൻ്റെ മുകളിൽ വേറൊരു പത്തിരി കമഴ്ത്തിയിട്ട് 2 സൈഡും അറ്റം ഒട്ടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അരികു വിട്ട് കൊടുക്കണം. ഇനി വേറൊരു വാഴയിൽ എടുത്തിട്ട് ആദ്യത്തെ പത്തിരിയുടെ അതേ അളവിൽ വേറൊരു പത്തിരി ഉണ്ടാക്കിയിട്ട് ആദ്യത്തെ പത്തിരിയുടെ മുകളിലേക്കായിട്ട് കമഴ്ത്തി വെച്ച് കൊടുക്കണം. 2 പത്തിരിയും കൂടെ ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ അരികുകൾ നല്ല പോലെ അമർത്തി സീൽ ചെയ്ത് കൊടുക്കണം.
വാഴയില കിട്ടാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ മീൻ പത്തിരി ഉണ്ടാക്കിയെടുക്കാം. ബാക്കിയുള്ള പത്തിരിയും എല്ലാം ഇതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരപ്പച്ചെമ്പിൽ വെള്ളം നല്ലപോലെ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഓരോ പത്തിരിയും വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അല്പം കൂടുതൽ വേവുണ്ട്, അത് ശ്രദ്ധിക്കണം. മീൻ പത്തിരി റെഡി ആയിട്ടുണ്ട്. മീൻ പത്തിരി ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരും ഇതുപോലെ ട്രൈ ചെയ്യാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.